എനിക്ക് 4 വയസ്സുള്ള സമയത്താണ് എനിക്കൊരു അനിയൻ ഉണ്ടാവുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടി സന്തോഷത്തോടു കൂടി അനിയൻ്റെ വരവിനെ കാത്തൊക്കെ ഇരുന്നതാണ്. പക്ഷേ അനിയൻ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കിനി തൊട്ട് അമ്മയുടെ കൂടെ കിടക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് റിയലൈസ് ചെയ്ത ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് അത്രയ്ക്ക് ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ഒരു 4 വയസ്സുകാരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ അന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്, ഞാൻ അമ്മ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലെങ്കിലും കിടന്നോളാം, എന്നാലെങ്കിലും എന്നെ ആ മുറിയിൽ നിന്ന് മാറ്റി കിടത്തല്ലേ എന്നുള്ളത്. ഞാൻ എഴുതിയ എൻ്റെ ആദ്യത്തെ പുസ്തകമുണ്ട്, ഒരു ഓർമ്മ കഥകളുടെ കൂട്ടമാണ്. ധാ ഇല്ലാത്ത മിഠായികൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ ഒരു കാര്യം ഞാൻ അതിൻ്റെ ആമുഖത്തിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞു വരുന്നത്, നമ്മളൊരു മൂത്ത കുട്ടിയായിരിക്കുകയും നമുക്ക് ഇളയതായിട്ട് ഒരാൾ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്യുന്നത് മൂത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എത്ര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാലും ഇതിനകത്തൊക്കെ അവർക്ക് ഹേർട്ട് ചെയ്തിട്ടുള്ള ചില എലമെൻറ്റ്സ് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടായിരിക്കും. ചിലർ അത് വളരെ ഈസി ആയിട്ട് അതിൽ കൂടെ നാവിഗേറ്റ് ചെയ്ത് പോകും, പക്ഷെ ചിലർക്ക് അത് ആജീവനാന്തം പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സിബ്ലിംഗ് റൈവൽറിനെ കുറിച്ചാണ്. അതായത് നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിനെ കഴിഞ്ഞും കുറച്ചും കൂടെ കൂടിയ തരത്തിൽ കുട്ടികൾക്കിടയിൽ, സഹോദരങ്ങൾക്കിടയിൽ ശത്രുത എങ്ങനെ ബിൽഡ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ്. ആൻഡ് ആസ് പേരൻസ് നമുക്കതിൽ കൂടെ എങ്ങനെ അവരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. കേരളത്തിൽ നിന്ന് അടുക്കിയ ഒരു വാർത്തയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ ഈ ഒരു ജനുവരി തൊട്ട് ഇങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ വാർത്തകളുണ്ടായിരിക്കും അല്ലേ. അതുകൊണ്ട് നമ്മൾ നടുക്കിയ വാർത്തകളിൽ ഒന്ന് എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. 12 വയസ്സുകാരി തൻ്റെ സഹോദരിയെ കൊന്ന ഒരു ഇൻസിഡൻറ്റ് ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കിടത്തിലെടുത്തിട്ട ഒരു ഇൻസിഡൻറ്റ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഓരോ വാർത്തകളും നമുക്ക് ഭയങ്കര പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരുപാട് പേര് ആ കുട്ടിയെ ബ്ലെയിം ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്, ആ കുട്ടിയും അതുപോലെ തന്നെ ശിക്ഷിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് ഒരുപാട് പേര് ആ കുട്ടിയുടെ സിറ്റുവേഷനിൽ നിന്നിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിബ്ലിംഗ് റൈവൽറി ഉണ്ടാവുന്നത്? ഇത് മനുഷ്യനുണ്ടായ കാലം തൊട്ടേ ഉള്ളൊരു സംഭവമാണ്. അതിപ്പോൾ നമ്മുടെ പുരാണങ്ങൾ നോക്കിയാലും അല്ലെങ്കിൽ ഇതിഹാസ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാലും അതിനകത്തുള്ള കഥകളിൽ പോലും സഹോദരങ്ങൾ തമ്മിലുള്ള ശത്രുതയെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ശത്രുത ഉണ്ടാവുന്നത്? അതൊരു സർവൈവലിൻ്റെ പ്രശ്നമാണ് അല്ലേ. മനുഷ്യൻ അവൻ്റെ സർവൈവലിലാണ് ഏറ്റവും അധികം ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അവനവൻ്റെ സർവൈവൽ. അപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളെ സർവൈവ് ചെയ്യിപ്പിക്കുന്ന നമ്മുടെ സ്പേസ്, നമ്മുടെ അച്ഛനും അമ്മയും, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ, നമുക്കവർ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹം, കരുതൽ, അതുപോലെ നമുക്കവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ റിസോഴ്സസും, ഇതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ ഓഫ് എ സഡൻ പുതിയൊരാൾ വരാണ്. അപ്പോൾ സ്വാഭാവികമാണ് അങ്ങനെ വരുന്ന ഒരാളോട് നമുക്കൊരു ശത്രുത തോന്നുക എന്നുള്ളത്. പക്ഷേ അതിനെ നമ്മൾ റൈറ്റായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോണ്ട് നമുക്ക് ലോകത്തെവിടെയും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളിതിനെ ഹാൻഡിൽ ചെയ്യുന്നത് അത്ര റൈറ്റായിട്ടല്ല എന്നുണ്ടെങ്കിൽ ആജീവനാന്തം നീണ്ടു നിൽക്കുന്ന ഇമ്പാക്ട്സ് ഇത് കുട്ടികളിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള ഒരു ഹേർട്ട് വളരെ ലോങ് ടൈമിൽ ക്യാരി ചെയ്യാനും ഇത് അവരുടെ മൊത്തത്തിലുള്ള എല്ലാ ബന്ധങ്ങളെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സിബ്ലിംഗ് റൈവൽറി ഉണ്ടാവുന്നത് ഇറ്റ്സ് നോർമൽ. പക്ഷേ അത് എസ്കലേറ്റ് ചെയ്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപദ്രവമാവുന്ന ലെവലിലേക്കോ എത്തുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആസ് പേരൻസ് നമുക്ക് എന്തൊക്കെ കരുതലുകൾ എടുക്കാം? ഇപ്പം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഒരുപാട് പേരൻസ് ഫസ്റ്റ് ഒരു ചൈൽഡ് ഉണ്ടായിട്ട് രണ്ടാമത്തെ ഒരു കുട്ടിയെക്കുറിച്ച് ആലോചിക്കാത്തത് അല്ലെങ്കിൽ ആലോചിക്കാൻ അവരെ പേടിപ്പിക്കുന്ന ഒരു കാര്യം മൂത്ത കുട്ടിയോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ മൂത്ത കുട്ടിക്ക് അതൊരു വിഷമം ഉണ്ടാക്കുമോ എന്ന് വിചാരിച്ചിട്ട് അടുത്തൊരു കുട്ടി വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഒരുപാട് പേരൻസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു അടുത്ത കുട്ടിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് എൻ്റെയും ഏറ്റവും വലിയൊരു കൺസേൺ ഇതായിരുന്നു, മൂത്തയാളത് എങ്ങനെ എടുക്കും അല്ലെങ്കിൽ അവൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. ചില സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് 3 വയസ്സിന് മുന്നേയും അതുപോലെ 8 വയസ്സിന് ശേഷവുമാണ് ഒരു സിബ്ലിംഗ് അവരുടെ ലൈഫിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ആ ഒരു ഫേസിൽ കൂടെ കടന്നു പോകാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് 3 വയസ്സിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കരമായിട്ട് എല്ലാം ഷെയർ ചെയ്ത് പോകുന്നത് അത്രയധികം മനസ്സിലാവില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലും 8 വയസ്സിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ അവരുടേതായിട്ടുള്ള ഫ്രണ്ട്സും ഒക്കെ ഉള്ളൊരു വേറൊരു വേൾഡ് കൂടെ, സ്കൂൾ പോലെയുള്ള ഒരു ലോകമൊക്കെ അവർക്ക് തുറന്നു കിട്ടുന്നതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അതിൽ കൂടെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഇറ്റ് ഡിപ്പെൻസ്, കുട്ടികളെ ആശ്രയിച്ചിരിക്കും. ചില കുട്ടികൾക്ക് ഇപ്പോൾ 1.5 വയസ്സോ 2 വയസ്സോ ഉള്ളെങ്കിൽ പോലും ഒരു സിബ്ലിങ്ങിൻ്റെ പ്രസൻസ് അവർക്ക് തീരെ എടുക്കാൻ പറ്റില്ല.
ചില കുട്ടികൾക്ക് ഇപ്പോൾ 8 വയസ്സല്ല 10 വയസ്സല്ല, നമ്മളിപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞ എക്സാമ്പിളിൽ 12 വയസ്സ് കഴിഞ്ഞാൽ പോലും നമ്മുടെ ആ ഒരു പ്ലേസിലേക്ക് വേറൊരാൾ വരുന്നത്, ആ സ്നേഹം ഷെയർ ചെയ്യുന്നത് പലപ്പോഴും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. നമ്മളെപ്പോഴും മൂത്ത കുട്ടിയുടെ ചില പേഴ്സ്പെക്റ്റീവിൽ നിന്നിട്ട് ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അപ്പം നമ്മളാണ് ആ ഒരു ഷൂവിലെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കുട്ടി വരുമ്പോഴേക്കും നമുക്ക് തന്നെ സ്വയം തോന്നും നമ്മുടെ മൂത്ത കുട്ടി പെട്ടെന്ന് വലുതായതുപോലെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ. അതിലും ചെറിയൊരു കുട്ടിയെ കയ്യിലേക്ക് കിട്ടുമ്പോൾ മൂത്ത കുട്ടി ആയിരിക്കുന്ന ആ ഒരു ഏജിനെ കഴിഞ്ഞും കൂടുതൽ മെച്യൂരിറ്റി നമ്മൾ അവരൊന്ന് എക്സ്പെക്ട് ചെയ്യും ചില സമയത്ത്, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ മുതിർന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന അതേ അറ്റൻഷനും കെയറും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിഹേവിയറൊക്കെ നമ്മളും പലപ്പോഴും മൂത്ത കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കാറുണ്ട്. ഇളയ കുട്ടി വരുമ്പോൾ മൂത്ത കുട്ടികൾ 2 തരത്തിലാണ് മാറാറുള്ളത്. ഒന്ന്, ഇവർ എക്സ്ട്രീംലി ഗുഡാവും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില കുട്ടികൾ ഭയങ്കര നന്നായിട്ട് ബിഹേവ് ചെയ്യും, കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ അവർ പറയുന്നതൊക്കെ കേട്ട് നന്നായിട്ട് നിൽക്കും. അങ്ങനെ എക്സ്ട്രീംലി മാറുന്ന ചില ആളുകൾ ഭാവിയിൽ പീപ്പിൾ പ്ലീസേഴ്സായി വരെ മാറാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവർക്കറിയാം ഞാനിവിടെ നന്നായിട്ട് നിന്നാലാണ് എൻ്റെ പൊസിഷൻ, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ ഫേവറേറ്റ് ചൈൽഡായിട്ട് ഇരിക്കുകയുള്ളൂ, ഞാൻ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നതാണ് എൻ്റെ സർവൈവലിന് ഏറ്റവും നല്ലതെന്നുള്ള റിയലൈസേഷനിൽ നിന്ന് കുട്ടികൾ എക്സ്ട്രീംലി ഗുഡായിട്ട് ഫോഴ്സ്ഫുള്ളി അങ്ങനെ ബിഹേവ് ചെയ്യുന്ന പല കുട്ടികളെയും കാണാറുണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികൾ ഭയങ്കര അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ഭയങ്കര നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും, കുഞ്ഞുവാവ ഉണ്ടായ പിന്നെ ഈ കൊച്ചു ഭയങ്കര വികൃതിയാണ്, എപ്പോഴും ബഹളമാണ്, എല്ലാത്തിനും അമ്മ തന്നെ വേണം, പണ്ട് അമ്മനെ തിരിഞ്ഞു നോക്കാത്ത കുട്ടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് എല്ലാത്തിനും അമ്മ വേണം. ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെക്കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. മാത്രമല്ല, നമുക്ക് ഈ ചെറിയ ആളെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ മൂത്തയാളുടെ ഇത്തരം ടാൻട്രംസും കൂടി എടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഇവരെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ മാറ്റി വിടാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 0 അറ്റൻഷനെ കഴിഞ്ഞും, അതായത് തീരെ അറ്റൻഷൻ കിട്ടാത്ത അവസ്ഥയെ കഴിഞ്ഞും അവർക്ക് വിലയുള്ളത് നെഗറ്റീവ് അറ്റൻഷനാണ്. അത് നമ്മളെപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു അറ്റൻഷനും കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയെ കഴിഞ്ഞും കുട്ടികൾ എപ്പോഴും അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് നെഗറ്റീവായിട്ടുള്ള ആക്ടിവിറ്റി ചിലപ്പോൾ ചെയ്യും. അതവർ ഹിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും വികൃതി കാണിക്കുകയോ തല്ലി പൊട്ടിക്കുകയോ സ്ക്രീം ചെയ്യുകയോ ബഹളം വെക്കുകയോ ഒക്കെ ചെയ്ത് അവർ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്കത് വെർബലൈസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അച്ഛാ അമ്മ എനിക്ക് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന അതേ അറ്റൻഷനും സമയവും നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ലെഫ്റ്റ് ഔട്ടായിട്ട് ഫീൽ ചെയ്യാണ്, എനിക്ക് സങ്കടം വരുന്നുണ്ട് എന്നൊന്നും അവർക്ക് ചിലപ്പോൾ പറയാൻ അറിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ കുട്ടികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യും. നമ്മൾ മുതിർന്നവർ, പ്രത്യേകിച്ച് വീട്ടിലുള്ള ബാക്കിയുള്ള റിലേറ്റീവ്സും അഡൾട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഇതെന്താ ഈ കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യണത്, കുഞ്ഞുവാവയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുമോ, അതങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മൂത്ത കുട്ടിയെ പലപ്പോഴും ഒരു വില്ലനായിട്ട് പോർട്രേ ചെയ്യാനുള്ള സാധ്യതയും ഭയങ്കര കൂടുതലുണ്ട്. ഇതിനനുസരിച്ച് ആ കുട്ടിക്ക് അഗ്രഷൻ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ട് മൂത്ത കുട്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കുഞ്ഞ് വരുന്നത് നമ്മുടെ ഫാമിലിയിലേക്കാണെന്നുള്ളതും മൂത്ത കുട്ടിക്ക് ഈ കുട്ടിയോട് ഉണ്ടാവേണ്ട ഒരു ബോണ്ട് എന്താണെന്നുള്ളതും അയാൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ വരാൻ പോകുന്ന ആളെന്നുള്ളതും ഫ്യൂച്ചറിലാണെങ്കിൽ ഇവരുടെ ആ ഒരു റിലേഷൻ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആൻഡ് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം റെസ്പോൺസിബിൾ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ട ആൾ മൂത്ത കുട്ടിയാണ് എന്നുള്ള തരത്തിൽ കുഞ്ഞു കുഞ്ഞു ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് അവർക്കുള്ള സമ്മാനങ്ങൾ മേടിക്കാൻ അവരെ കൂടെ കൂട്ടി കുഞ്ഞിൻ്റെ കാര്യത്തിലുള്ള പല കാര്യങ്ങളിലും ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇൻക്ലൂസീവ് ആക്കി അവരെ ഇതിനകത്ത് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ചെറിയ കുട്ടിയുടെ പേരൻറ്റിങ് റോള് നമ്മൾ മൂത്ത കുട്ടികളെ ഏൽപ്പിക്കാൻ പാടില്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ പണ്ടത്തെ കാര്യം പറഞ്ഞിട്ടേ, പണ്ടിപ്പോൾ 10 പ്രസവിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു, അപ്പം മൂത്തതുങ്ങളാണ് ഇളയത്തുങ്ങളെ നോക്കണത് എന്നുള്ളൊരു പറച്ചിലുണ്ടല്ലോ. അപ്പോൾ മൂത്ത കുട്ടികൾക്ക് അവരുടെ ഏജൊക്കെ എത്തുന്നതിനും മെച്യൂരിറ്റിക്കും ഏറെ മുന്നേ തന്നെ ഈ ചെറിയ കുട്ടികളുടെ പേരൻറ്റിങ് റോൾ ഏറ്റെടുക്കേണ്ടി വരാറുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ പേരൻറ്റിങ് റോളുകൾ ഏറ്റെടുത്തിട്ടുള്ള മൂത്ത കുട്ടികൾക്ക് ലോങ് ടൈമിൽ പല തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കലുകൾ അവരെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ കുട്ടികളായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക, അവർ ഇഷ്ടത്തോടെ കുഞ്ഞിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതിനപ്പുറത്ത് ഇതൊക്കെ നീയാണ് ചെയ്യേണ്ടത് എന്ന തരത്തിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും കൂടെ മൂത്ത കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ
2 3 കുട്ടികളുള്ള സമയത്ത് നമ്മൾ ഏറ്റവും അധികം ഇവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റിനെ റിസോൾവ് ചെയ്യാൻ ഇവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു വഴക്ക് നടക്കുകയാണ്, അതൊരു ടോയുടെ പേരിലായിരിക്കാം, ചിലപ്പോൾ ഒരു ഫുഡ് ഷെയർ ചെയ്യുന്നതിൻ്റെ പേരിലായിരിക്കാം, ചെറിയ എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ എന്നെ തൊട്ടു മാന്തി പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വഴക്ക് എസ്കലേറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ എങ്ങനെ ഹെൽത്തി ആയിട്ട് റിസോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ മിക്കപ്പോഴും സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഉപദ്രവിച്ചു, അപ്പം നമ്മൾ ഓടി ചെന്നിട്ട് കരയുന്ന ആളെ നമ്മൾ അഡ്രസ്സ് ചെയ്യും, മറ്റേ ആൾക്കിട്ട് നമ്മൾ മിക്കവാറും കൊടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അവരെ പിടിച്ച് പെട്ടെന്ന് പുഷ് ചെയ്ത് മാറ്റി നിർത്തിയിട്ട് അവരെ നമ്മൾ ഈ കഥയിലെ വില്ലനാക്കും. പക്ഷേ ഇത്തരം സിറ്റുവേഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇമോഷൻസ് സ്വന്തമായിട്ട് റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തിയിട്ടില്ല നമ്മുടെ കുട്ടികൾ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള യുദ്ധങ്ങളൊക്കെ വീട്ടിൽ നടക്കുക. അപ്പോൾ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മളെപ്പോഴും വീണ് പോയ ആളുടെ സൈഡിൽ നിൽക്കുകയും മറ്റേ ആളെ നമ്മൾ ഉപദ്രവിക്കുകയോ അവരോട് അബ്യൂസീവായിട്ട് ബിഹേവ് ചെയ്യുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനെ നമ്മളാണ് റോൾ മോഡൽസ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് അവരെ കാണിച്ചു കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഉപദ്രവിക്കപ്പെട്ട ആളെ അല്ലെങ്കിൽ വീണുപോയ ആളെ നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്യണം, അവരെ എമ്പത്തിയോടുകൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം മറ്റേ ആൾ ഇങ്ങനെ ഉപദ്രവിച്ച് പോകാനുണ്ടായ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്, അവരുടെ ആ ഒരു ഇമോഷനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ഇരിക്കണം. എന്ത് പറ്റി കുഞ്ഞങ്ങനെ ചെയ്തു പോയത്, എന്ത് സിറ്റുവേഷൻ കൊണ്ടാണ് അടിച്ചത്. ആൻഡ് അടിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. അത് തീർച്ചയായിട്ടും അത്തരം ബൗണ്ടറീസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇതല്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു ബിഹേവിയർ, പക്ഷേ കുഞ്ഞത് ചെയ്തു പോയി, എന്തുകൊണ്ടായിരിക്കും അപ്പോൾ അത് ചെയ്തു പോയത്. എൻ്റെ വീട്ടിൽ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കുട്ടികൾ തമ്മിൽ 8 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. രണ്ടും പെൺകുട്ടികളാണ്. അതുകൊണ്ട് പൊതുവെ ആൾക്കാർ ഇങ്ങനെ പറയും, പെൺകുട്ടികളായതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, വഴക്കൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. അവിടെ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ നേരിട്ട് കാണേണ്ടതാണ്. പ്രത്യേകിച്ച് മൂത്തയാളുടെ അവളുടെ ഏജ് ഗ്രൂപ്പിലുള്ള കുറേ സാധനങ്ങൾ, അല്ലെങ്കിൽ അവൾക്ക് വേണ്ട സാധനങ്ങൾ, ഇപ്പോൾ സ്കൂളിലേക്കുള്ള പ്രോജക്ട്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മേക്കപ്പ് സാധനങ്ങൾ ഉൾപ്പെടെ അവളുടേതായിട്ട് പ്രിയപ്പെട്ടതായിട്ട് അവൾ വെച്ചിരിക്കുന്ന പല സാധനങ്ങളും ചെറിയ ആൾക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇവളതൊക്കെ പോയിട്ട് പെർമിഷൻ ഇല്ലാണ്ട് എല്ലാം വലിച്ചു വാരി എടുക്കുകയും അതിൻ്റെ പേരിൽ കോൺഫ്ലിക്റ്റ് നടക്കുകയൊക്കെ ചെയ്യും. പിന്നെ ചേച്ചി കുറച്ച് സമയം വെറുതെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചെറിയ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൾ ചെന്ന് ചൊറിഞ്ഞ് എന്തെങ്കിലും തല്ലും പിടി ഉണ്ടാക്കിയിട്ട് ചിലപ്പം മൂത്തയാൾ ചിലപ്പോൾ ഇവളെ കൈ വെക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഭയങ്കര വലിയ ഫൈറ്റ് അല്ലെങ്കിൽ പോലും ഇതുപോലുള്ള ചെറിയൊരു കൊട്ടെങ്കിലും മൂത്തവൾ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് വലിയ എസ്കലേറ്റ് ചെയ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ പോവാറില്ല. പക്ഷേ ഇത് വഴക്ക് വലുതാവും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻ്റർഫിയർ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഞാൻ എപ്പോഴും പറയാതിരിക്കാൻ ശ്രദ്ധിക്കുന്നൊരു ഡയലോഗ്, നീ മൂത്തതല്ലേ, അവൾ ചെറുതല്ലേ, അതങ്ങ് വിട്ടുകള എന്നൊരു സെൻറ്റൻസ് എൻ്റെ വായിൽ നിന്ന് വരാതിരിക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവാറുണ്ട്. നമ്മൾ മിക്കപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, അത് കുട്ടിയല്ലേ അതങ്ങ് വിട്ടുകൊടുക്ക് എന്ന് നമ്മളെപ്പോഴും മൂത്തവരോട് കോൺസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ മൂത്തവരുടെ ആ ഒരു പോയിന്റിൽ അവരും കുട്ടികൾ തന്നെയാണ്, അല്ലേ? ഈ ചെറിയ ആളില്ലായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കുട്ടിയായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആളുകളായിരുന്നു അവർ. അപ്പോൾ ചെറിയ ഒരാളുള്ളതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും എല്ലാം ഷെയർ ചെയ്യണവരുമായിട്ട് ഇതൊക്കെ വിട്ടുകൊടുക്കേണ്ട ആൾക്കാരാണ് നിങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഒഫെൻസീവായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. അപ്പം അച്ഛനും അമ്മയും എനിക്ക് തരേണ്ട ഒരു വാല്യൂ തരുന്നില്ല, എനിക്ക് തരേണ്ട എക്സ്ക്ലൂസിവിറ്റി, എനിക്ക് തരേണ്ട കൺസിഡറേഷൻ, വാലിഡേഷൻ ഒന്നും അച്ഛൻ്റെ അമ്മയും സൈഡിൽ നിന്ന് കിട്ടണില്ല. ചെറിയ ആളോടാണ് കൺസിഡറേഷൻ കൂടുതൽ എന്നുള്ള തോട്ട്. ഇപ്പം നമ്മൾ പലരും നമ്മുടെ ചൈൽഡ്ഹുഡിലേക്ക് തിരിഞ്ഞിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോലും ഇത്തരം കാര്യങ്ങളിൽ റിഫ്ലക്ഷൻ ഉണ്ടാകും. നമ്മളോടും പലവട്ടം ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവൻ ചെറുതല്ലേ അതങ്ങ് കൊടുത്തേരെ എന്ന് പറയും. അങ്ങനെ ഒരു സാധനം കൊടുക്കുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള പെയിൻ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ ചിലപ്പോൾ ആലോചിക്കുമ്പം മനസ്സിലായി നിന്നിരിക്കും. അപ്പോൾ ആ പ്രോസസ്സിൽ കൂടെ തന്നെയാണ് നമ്മുടെ കുട്ടികളും പോകുന്നത്. അപ്പം നമ്മൾ ഫോഴ്സ് ചെയ്തൊരു സാധനം ഷെയർ ചെയ്യിപ്പിക്കാൻ ട്രൈ ചെയ്യാതിരിക്കുക. എന്നാൽ തീർച്ചയായിട്ടും ഇഷ്ടത്തോടെ സിബ്ലിങ്സ് തമ്മിലൊരു സാധനം ഷെയർ ചെയ്യുന്നതിനെ അതിൻ്റെ വാല്യൂസിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം. അവരെപ്പോഴെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാം. ഗുഡ് ബിഹേവിയറിനൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത്തരം കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യിപ്പിച്ച്, ഒരാൾ മൂത്തതായതുകൊണ്ട് ഇങ്ങനെയൊക്കെ വേണം, ചെറിയ ആൾ ചെറുതായതുകൊണ്ട് ഇത്തരം പ്രിവിലേജുകൾ അവർക്ക് അനുഭവിക്കാം എന്നുള്ള തരത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നത് കുട്ടികളുടെ ഇടയിൽ മനസ്സിൽ അവർക്കൊരു സ്പ്ലിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളെ ലേബൽ ചെയ്യാതിരിക്കുക. നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മുടെ മൂത്തയാൾ ഭയങ്കര കാമായിട്ടുള്ള കുട്ടിയാണ്, ചെറിയ ആൾ മഹാവികൃതിയാണ് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാം. അപ്പോൾ ഇത് തോന്നുമ്പോൾ നമ്മളിത് കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ ഇത് എപ്പോഴും പറഞ്ഞിട്ട് അതിനെ നമ്മളങ്ങ് ലേബൽ ചെയ്യാതിരിക്കുക. ചിലപ്പോൾ ചില വീട്ടിൽ പറയാറില്ലേ, മൂത്ത കുട്ടികൾ നന്നായിട്ട് പഠിക്കും, ചെറിയ ആൾ അത്ര പഠിക്കില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ വളരെ കാഷ്വലായിട്ട് നമ്മളങ്ങ് പറയും, അവൻ പിന്നെ പണ്ടേ ഉഴപ്പനാണ്. ആ ടാഗ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ ചില ടാലൻസ് ഉണ്ടാവും, ചില ആൾ നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് വരയ്ക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർ വരുമ്പോൾ നമ്മൾ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത് ഇവനെങ്ങനെയൊക്കെയാണ്, പിന്നെ മറ്റവൻ്റെ കാര്യം പിന്നെ ഇത്തരത്തിലുള്ള ലേബലിംഗ് ഉണ്ടല്ലോ. നമ്മൾ വളരെ നൈസായിട്ട് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളായിരിക്കും, പക്ഷേ കുട്ടികളത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടായിരിക്കും എടുക്കുക.
അതും ചിലപ്പോൾ ഇവർക്ക് പരസ്പരം ഒരു റൈവൽറി ഫീൽ ചെയ്യിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ചേട്ടനെ പോലെ അല്ലെ ചേച്ചിയെ പോലെ, അനിയനെ പോലെ അനിയത്തിയെ പോലെയൊക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ അക്സെപ്റ്റൻസ് ഒന്നും കിട്ടില്ല എന്ന് ചിലപ്പോൾ അവർക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലേബൽ ചെയ്യുന്നത് നമ്മൾ വളരെ കോൺഷ്യസ്ലി അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ, നമ്മൾ ശരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് കമ്പയർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ചില ഗുഡ് ബിഹേവിയറൊക്കെ നമ്മൾ കണ്ടു പഠിക്കാൻ ചിലപ്പോൾ പറയും. നിൻ്റെ അനിയത്തിനെ നോക്കൂ, എന്ത് വൃത്തിയായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, നീ എന്താ എപ്പോഴും ഇങ്ങനെ എന്ന് നമ്മൾ ചോദിക്കുന്നത് ആ ഗുഡ് ബിഹേവിയർ കണ്ടിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ കുട്ടികൾ അതിനെ എടുക്കുന്നത് മിക്കപ്പോഴും ഓക്കെ, അപ്പോൾ അവളെപ്പോലെ അങ്ങനെയൊക്കെ ആയാലാണ് എന്നെ ഇവർക്ക് സ്നേഹിക്കാൻ പറ്റൂ എന്നുള്ള തരത്തിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ പോലും നമ്മൾ ചില കമ്പാരിസൺസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നത് കുട്ടികളുടെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ വളരെ സില്ലി എന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കാവുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ടാവും. നമ്മുടെ പേരൻസ് നമ്മളെ തള്ളി പറഞ്ഞ് ചിലപ്പോൾ സിബ്ലിങ്ങിനെ ചേർത്ത് പിടിച്ചത്, അല്ലെങ്കിൽ നമ്മളെ കമ്പയർ ചെയ്തത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ ലേബൽ ചെയ്തതായിട്ടുള്ള, മറ്റുള്ളവർക്കൊക്കെ വളരെ അയ്യേ ഇതൊക്കെയാണോ എന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങളും വളരെ ഇൻറ്റൻസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും. അത് മിക്കവർക്കും എന്തെങ്കിലും, നമ്മളിപ്പോൾ എത്ര നല്ല പേരൻ്റ് ആണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ടുള്ള ചില മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അത്തരം വൂൺസ് ക്യാരി ചെയ്യുന്നവരാണ് മെജോറിറ്റി മനുഷ്യരും. പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ നമ്മുടെ ഒരു വാല്യൂസിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ സിബ്ലിങ്ങിനെ ഭയങ്കരമായിട്ട് ചേർത്ത് പിടിക്കുന്നവരായിരിക്കും നമ്മളൊരു ബിഗ് മെജോറിറ്റിയും. പക്ഷേ ആസ് പേരൻസ്, നമ്മൾ ആ ഒരു പേരൻസിൻ്റെ റോളിലേക്ക് വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുക, അവരെ ഒന്നിൻ്റെയും പേരിൽ ലേബൽ ചെയ്യാതിരിക്കുക, അവർക്ക് കൃത്യമായിട്ട് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാനുള്ള നല്ല മോഡൽസ് കാണിച്ചു കൊടുക്കുക, അവരുടെ ഇമോഷൻസ് ഹെൽത്തി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ, അതിനെ വെർബലൈസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കാതിരിക്കുക. ഓൾസോ ഷെയറിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ടോയ് തന്നെ എങ്ങനെയാണ് ടേൺ എടുക്കുക, ഒരു കളിപ്പാട്ടം എങ്ങനെയാണ് രണ്ടുപേരും ചേർന്ന് കളിക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല മോഡൽസ് അവർക്ക് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് ആസ് പേരൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ കുഞ്ഞുങ്ങൾ തമ്മിലുള്ളൊരു ഹെൽത്തി ബോണ്ടിങ്, അവരങ്ങനെ ഒരു ഹെൽത്തി ബോണ്ടിങ് കാണിക്കുന്ന സമയത്തൊക്കെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു ഫാമിലി ബോണ്ട്, സഹോദരങ്ങൾക്കിടയിലുള്ള ഒരു ബോണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നമുക്ക് ഇടയ്ക്ക് അവരോട് ഇങ്ങനെ പറയാം, ഇവർ ഫ്യൂച്ചറിൽ വലുതായി ചിലപ്പം 2 സ്ഥലത്തായിരിക്കും, അല്ല ഒബ്വിയസ്ലി 2 സ്ഥലത്ത് 2 കുടുംബങ്ങളായിട്ട് മാറിപ്പോകാനുള്ളവരാണല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ പിന്നെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ പിന്നീടൊരു കാലത്ത് ഇവർ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ഇവരുടെ ആ ഒരു ബോണ്ട് എന്തായിരിക്കും എന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. അതെത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെഫിനറ്റായിട്ടും കുട്ടികളോട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ എത്രയൊക്കെ നമ്മൾ നല്ല പേരൻസ് ആവാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ഇംപെർഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എല്ലാ പേരൻസിനും ഉണ്ടാവും. അതിപ്പോൾ ഈ പറയുന്ന ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എത്ര വലിയ പേരൻറ്റിങ് എക്സ്പേർട്ട് ആണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അത് പേരൻറ്റിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ കൈൻഡായിട്ടിരിക്കാം, അതിലധികം കൈൻഡായിട്ടിരിക്കാം കുട്ടികളോട്. കുട്ടികൾക്ക് നമ്മൾ സമയം കൊടുക്കുമ്പോഴാണെങ്കിലും 2 പേർക്കും ബാലൻസ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എത്ര കുട്ടികളാണ് ഉള്ളത് അവർക്കൊക്കെ ബാലൻസ് ചെയ്ത് സമയം കൊടുക്കാൻ നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. ആൻഡ് ആ ഒരു ബാലൻസിങ്ങിലാണെങ്കിൽ പോലും എക്സ്ക്ലൂസീവായിട്ടുള്ള ടൈം, എല്ലാവരും ഒരുമിച്ചുള്ള ഫാമിലി ടൈം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്ക്ലൂസീവായിട്ട് ഓരോ കുട്ടിക്കും സമയം കൊടുക്കുന്നത്, അതൊരു 10 മിനിറ്റാണ് ഒരു ദിവസം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതെങ്കിലും, അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ കുറച്ച് സമയമാണെങ്കിൽ പോലും ഓരോ കുട്ടിക്കും പേരൻറ്റുമായിട്ട് ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആരും ഇല്ലാതെ, വേറെ ഒരു സിബ്ലിങ്ങും കൂടെ ഇല്ലാണ്ട് ആ എക്സ്ക്ലൂസീവായിട്ട് ടൈം കൊടുക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ പേരൻറ്റിങ്ങിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യണം, നിങ്ങൾക്ക് പുതിയ പേരൻറ്റിങ് മെത്തേഡ്സ് എക്സ്പ്ലോർ ചെയ്യണം. ഇനി അതൊന്നുമല്ല, പേരൻറ്റിങ് ജേർണിയിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം, അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ടീമിനെ അപ്രോച്ച് ചെയ്യാം. ബിക്കമിങ് എന്ന് പറയുന്ന നമ്മുടെ ഒരു മെൻ്റൽ വെൽനസ് സെൻറ്റർ ഉണ്ട്, ആൻഡ് ഞാനവിടെ ഉണ്ടാവും. നമുക്ക് വേറെയും പേരൻറ്റിങ് കോച്ചസ് ഉണ്ട്, തെറാപ്പിസ്റ്റുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടി നിങ്ങൾ പേരൻറ്റിങ്ങിൽ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു. ഹാപ്പി പേരൻറ്റിങ്.